പഠിച്ചോനെ പാത്തു അറിഞ്ഞിക്കണാവോ ഈ കാര്യം? അറിഞ്ഞിട്ടുണ്ടാവൂല. ഓളെങ്ങനെ അറിയാ? ഇതിപ്പോ എന്താ നടന്നതല്ലേ? ഏതായാലും ഇതൊന്ന് പാത്തുനോട് പറയാം. പാത്തുവാ, പാത്തുവാ, എളുപ്പം വന്നാ ഇന്ന് വന്നാ എന്നോട് പ്രധാനപ്പെട്ട ഒരു റബ്ബേ, ആരാണ് ഈ കൊക്കി പറയണത്? ഓ, അയച്ചല്ല. ചട്ടിയും പാത്രമൊക്കെ എടുത്ത് വന്നിട്ടുണ്ടാവും. നോമ്പും പെരുന്നാളും കഴിഞ്ഞല്ല, പക്ഷെ പഞ്ചാരക്കോ ചായപ്പൊടിക്കോ ആയിട്ട് വന്നതാവോള്. പൊന്നാരന്റെ അയച്ചോ, അനക്കിപ്പോൾ നേരം വെളുത്തിട്ടില്ലേ? നോമ്പും പെരുന്നാളും കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് വലിയ ശല്യം ഒന്നും ഉണ്ടാവൂലാന്ന്. ഇപ്പൊ അതിനേക്കാളും വലിയ ശല്യം ആയല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഇങ്ങനെ കൊക്കി പറഞ്ഞത്? പൊന്നാരന്റെ പാത്തോ, ഞാൻ ചായപ്പൊടിക്കും പഞ്ചസാരത്തിനും വന്നല്ല. ഞാൻ എപ്പോഴും എന്റെ അടുത്ത് കഴിഞ്ഞാ വരുന്നത്? ചിന്ന അങ്ങനെ കണക്കാക്കതിട്ട പാത്തുവാ. ഞാൻ എന്നോട് പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ചാരിയാ അറിഞ്ഞിട്ടുണ്ടാവില്ലാന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വന്ന് പറയാൻ വിചാരിച്ചു. അറിഞ്ഞാ ഖദീജാന്റെ ഇളയ മരോളയ്യ ഖത്തറി കൊണ്ടുപോവാണ്. പെണ്ണിനെ പെണ്ണൊക്കെ കെട്ടിക്കൊടുന്നത് അപ്പോത്തിന് ഖത്തറിക്കാ. പെണ്ണിന്റെ ചില്ലറ ഭാഗ്യൊന്നല്ലല്ലോ. ഇജങ്ങനെ അറിഞ്ഞി? പഠിച്ചോ, ഞമ്മൾ അറിഞ്ഞില്ലല്ലോ. എന്നവിടെ മൂത്ത മരിയോളെ കൊടുത്തിട്ട് 4-5 കൊല്ലായി. ഓരോ ചെറുക്കനും ഖത്തറിലാണല്ലോ. എന്നിട്ട് എന്താ ഇപ്പൊ ഓളെ കൊണ്ടാവാതിനത്? ഓളെ കൊണ്ടാവാതെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഇളച്ചു പോവുക? അതല്ല കഥ. എന്തിപ്പോ ഇവിടെ നടന്നത്? ഇനിയിപ്പോ എന്തെങ്കിലും സ്വരസ്തേർച്ച അവിടെ ഉണ്ടായാ പറയാൻ പറ്റൂല. അണ്ടിനോട് അടുക്കുമ്പോഴാണ് അണ്ടിന്റെ പുളിപ്പറിയാന്ന് പറഞ്ഞു കേട്ടിട്ട് പൊന്നാരന്റെ അയച്ചുവാ. അതേപോലെ എന്തെങ്കിലും തിരക്കൂടിയാ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോണ്ട് അയച്ചുവോ? പൊന്നാരന്റെ പാത്തോ, അവിടെ തിരക്കും നായായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച നിന്നിട്ടില്ലല്ലോ ആ ചെറുക്കനെ. പിന്നെ നിന്നാൽ നേരെ ചോണ ഒരു കണ്ടിട്ടുമില്ല. അപ്പൊ ആ ഇടങ്ങറ് പറഞ്ഞപ്പോ കഫീല് പറഞ്ഞാണ് ആലഞ്ചാന്റെ കെട്ടിയോണ്ട് കൊണ്ടുവരാൻ. അങ്ങനെ കൊണ്ടുപോവാണ്. ഈ ഒരു അറിവ് മോളെ കുഞ്ഞുമൂടി ഒന്ന് കിട്ടിയാണ്. ഞാൻ ആടിനെ വെള്ളം കാട്ടാൻ വേണ്ടി തൊഴുക്കൊണ്ടേന്. അപ്പൊ ഓള് ആ ബീരാന്റെ പറമ്പീന്ന് തേങ്ങ കക്കുണ്ട്. ഞാൻ ഓള് എടുക്കണ കണ്ടിക്കും ചാക്കിലാക്കണത്. അപ്പൊ പിന്നോട് പറഞ്ഞു പുല്ലാണ് കരയല്ല ഓളെ സ്വഭാവം. അപ്പൊ എന്നോട് പറഞ്ഞു അറിഞ്ഞില്ലേ ഖദീജാന്റെ ഇളയ മരോളെ കൊണ്ടുപോണെന്ന്. അപ്പൊ ഞാൻ അന്തം വിട്ട്. ഓ എൻ്റെ റബ്ബേ, ആ പെണ്ണിന്റെ ഒക്കെ ഒരു ഭാഗ്യേ. ഓ, നമ്മളൊക്കെ മക്കളെ കല്യാണം കഴിച്ചു പോണു. ഓർക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. പിന്നെ എന്നാലേ അന്റെ പെണ്ണിന് ആ ഭാഗ്യം കിട്ടിയിരിക്കണം. എന്റെ പെൺകുട്ടികൾക്ക് അതും കിട്ടിയില്ല. അന്റെ പെണ്ണിനെ പിന്നെ ഗൾഫിലേക്കും ഉണ്ടല്ലോ, ആ സമാധാനത്തിൽ ഞങ്ങൾക്ക് കുത്തിറക്കാം. എന്നാലും അന്റെ പെണ്ണിനെ 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു അങ്ങോട്ട് കൊണ്ടേക്കുന്നത്. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞാല് എത്തപ്പ കഥ. അപ്പൊ ഞാനത് പറയാൻ വേണ്ടി വന്നാണ്. എത്താപ്പളേ, ഇനിയിപ്പൊ ഖദീജ നിലത്തൊന്നുമില്ല. ഇങ്ങനെ വലിയട്ടി പറയാനാവും ഇനിയിപ്പൊ നടക്കുള്ളൂ. ഞാൻ എന്റെ അടുത്തേക്ക് വരും ഓക്കൊക്കെ പറയാന്. അങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ കാര്യങ്ങള്? ഇജ്ജ് പറഞ്ഞ ശരി. എന്റെ കുട്ടിയെ കൊണ്ടത് 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ദുബായി കൊണ്ടേക്കുന്നത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞാല് ഇനിയിപ്പൊ ഖദീജ നിലത്തും അല്ലാതായിരിക്കൂല. ഇപ്പൊക്കെ വരെയപ്പൊ ഇങ്ങോട്ട് വരുമല്ലോ. എത്താ പോളെ വലിയ എട്ടി പറയാല് ഇനിയിപ്പൊ ഒന്നും കേൾക്കേണ്ടി വരൂല. ഇവിടെ രാജ്യം വിട്ട് പോകേണ്ടി വരും. എന്നോട് പറയാൻ എന്നോട് ഈ പെന്റെ 4 മൂല പൊന്തിച്ച് കൊണ്ടാൻ പറ്റുമെങ്കിൽ അതും കൊണ്ടുവച്ച് ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കുപോയി. അതും പറ്റൂലല്ലോ ഇപ്പൊ മനുഷ്യൻക്ക്. ചോള അങ്ങനെ വലിയട്ടി ഇങ്ങനെ പറയുമ്പോ തുടങ്ങും കാലമൊന്നും കയറല്. ഇനിയിപ്പൊ അതും കൂടി ആയാലും ഒരു നിലത്തും അല്ല താഴത്തും അല്ലാത്ത അവസ്ഥയിലാവും. വല്ലാത്തൊരു സാധനോ. കുഞ്ഞുമൂനെ പറഞ്ഞ് ഏൽപ്പിച്ചതാവും. അന്നെ കണ്ടാലൊന്നും പറയാന് നല്ലല്ലോ ഇപ്പൊ എന്റെ അടുത്ത് എത്തുള്ളൂ. ഓളെ ഏതാ സാധനം അറിയില്ലേ? കുഞ്ഞുമോളെ സൈഡാണ്, അതെനിക്കറിയില്ലേ? ഇനിയിപ്പൊ മനസ്സിന്റെ ഉള്ള സമാധാനം പോയി. എല്ലടി ഓളാ മൂത്തിച്ച് കുഴപ്പമൊന്നും ഇല്ലേ? ആ പെണ്ണ് ചെലപ്പോ ഇതൊക്കെ മനസ്സിലിടങ്ങാറായിട്ട് കുത്തർക്കോ? ആരും കണ്ടിക്കണു. ഏതാ പറഞ്ഞ നന്നായി. ഇനിയിപ്പൊ എത്താ കാട്ട് അയച്ചുവോ? ഇനി എന്ത് കാട്ടാനാണ്? ഓള് കുറച്ച് വലിയട്ടി പറയും. അതിപ്പോ കേൾക്കാനല്ല ഇപ്പൊ നിവർത്തില്ലല്ലോ. ഇജുപ്പ എന്റെ പെണ്ണിനായിട്ട് ഗൾഫിൽ പോകുമ്പോൾ ഇജും പോയിക്കണല്ലോ 4 പേരേക്കൊക്കെ. അതേപോലെ ഓളെ മരവ കൂട്ടിയിട്ട് വരും. ഈ ചെവി കൂടെ വിട്ട് മറ്റേ ചെവി കൂടെ ഒഴിവാക്കി കളയല്ല. അപ്പൊ എത്താ കാട്ടുക? ഞാൻ ഏതായാലും പോട്ടെ. ഞാൻ ആ സുലൈഖാനോടും ഉറിക്കാനൊക്കെ ഒന്ന് പറയട്ടെ. ഒരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഏതായാലും കുഞ്ഞൂനെ കണ്ട നന്നായി മോളെ. ഏതായാലും നമ്മൾ പോവടി. ഈ നേരമില്ല, അവരോടൊക്കെ ഒന്ന് പറയട്ടെ. എന്നാ ശരിയടി, അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ അയച്ചു. വലൈക്കും സലാം. എന്റെ ആയിച്ചുവിന്റെ ഒരു സന്തോഷം. ആയിച്ചുവിന്റെ മട്ടും വാങ്ങാണ്ട് വിചാരിക്കും ആയിച്ചുവിന്റെ മോളാണ് ഖത്തറിൽ കൊണ്ടുപോകണമെന്ന്. എന്താണിപ്പാ ഇനിയിപ്പൊ ആയിച്ചു 4 പേരയിൽ പറഞ്ഞില്ല. ആയിച്ചുവിന് ഇനി ഉറക്കം കിട്ടൂല. ഈ ആയിച്ചു ഇപ്പൊ ഇന്നോടെന്തോ വന്ന് പറഞ്ഞാവോ? മനസ്സിനുള്ള ഉറക്കം പോയി. ഓളിഞ്ഞിപ്പോ വരില്ല മരവ കൈ പിടിച്ചിട്ട് പോക്കറിയാൻ. ഓളാ വലിയേറ്റെന്ന് പറയുമ്പോഴത്തേ എനിക്ക് തുടങ്ങോളാം ചൊറിച്ചില്. പിന്നെ നന്നാൽ ആയിച്ചിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓള് എന്തുണ്ടെങ്കിൽ ആദ്യം ഇന്നോടൊന്ന് പറയുള്ളൂ. ഇനിയിപ്പോ ഓള് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയല്ലോ. ഏതായാലും
ഖദീജയുടെ മൂത്ത മരുവള് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് അവ പറഞ്ഞയക്കണ അവ ഇളയ മരുവളാ. ഏതായാലും മൂത്ത മരുവളൊന്ന് പോയി കണ്ടാലോ, ഒന്ന് പോയി നോക്കാം. ഇപ്പൊ എന്നോടൊന്നും ചോദിച്ചറിയാം. പെണ്ണൊരു സാധുവാണ്, എല്ലാം പറയും. ഒന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. പഠിച്ചോനെ, ഇവിടെ ഖദീജ ഉണ്ടാവോ? ഉണ്ടാവൂലായിരിക്കും. ഒന്ന് ചോദിച്ചു നോക്കട്ടെ. മോളെ, ഇവിടെ ആരുമില്ലേ? മോളെ. പഠിച്ചോൻ ആരാണ് ഇപ്പൊ ഇങ്ങനെ വിളിക്കണത്? ആ നിങ്ങളാണ്. ഞാനും വിചാരിച്ച ആരാണെന്ന്. അല്ല, നിങ്ങൾ അവിടെ തന്നെ നിക്കാതെ നമ്മൾ കേറി. ആ കുഞ്ഞാ, ഞാനാടി. ഞാനേ വെറുതെ ഞാൻ പെരയെ കുത്തിറന്നപ്പോൾ ഇങ്ങോട്ട് അറിഞ്ഞു നോക്കിയതാണ്. എല്ലടി, ഉമ്മോടെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഞാൻ ഇമ്മാനെ തെരഞ്ഞു വന്നാണ്. ഉമ്മ എടുക്കോയി? ആ അമ്മാനെ തെരഞ്ഞു എന്താണ്? ഉമ്മ ഇവിടെ ഇല്ല. ഉമ്മ നേരം വെളുക്കുമ്പോഴേ ഉമ്മാന്റെ അമ്മാനെ കാണാൻ പോയിക്കണ്. എന്തൊക്കെ ഷുഗറൊക്കെ കൂടിയിട്ട് ആകെ വെയ്യാണ്ടായിട്ടേ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കൊടുക്കണു. അപ്പൊ ആ വിവരം അവിടുത്തെ അമ്മക്കാക്ക വിളിച്ചിരുന്നു. അപ്പൊ അത് വിവരം അറിയാൻ വേണ്ടിട്ട് ഉമ്മ പോയിക്കണു. കുറച്ചേരം ഒഴിഞ്ഞ് വരണമെങ്കിൽ. എന്താ ഇപ്പൊ നിങ്ങള് ഉമ്മാനെ ചോദിച്ചു വന്നു? എന്തെങ്കിലും പറയണെങ്കിൽ എന്നോട് പറഞ്ഞോളെ, ഞാൻ പറഞ്ഞോളാം. ഇവിടെ ഇല്ല. സമാധാനായി. കിട്ടിയ ചാൻസ് ആണ്. ഏതായാലും ഇപ്പോൾ നല്ല എരിവ് മൂട്ടി കൊടുക്കാം. ആ തന്നെ. ആ അങ്ങനെ കണ്ടാ. ഇനിയിപ്പോ എന്താ കാട്ടുക? ഏതായാലും വന്ന സ്ഥിതിക്ക് എന്നോട് രണ്ട് വർത്താനൊക്കെ പറഞ്ഞു പോവാ. അല്ല കുട്ടിയെ, ഞാൻ ഒരു കാര്യം അറിഞ്ഞു, അത് ചോദിക്കാൻ വേണ്ടി വന്നാണ്. അല്ല അവളെ അന്റെ ഇളച്ചി ഇപ്പോ ഖത്തറിക്ക് പോണ്ടെന്ന് പറഞ്ഞു. ശരി തന്നെടി? ആ നിങ്ങൾ കേട്ട ശരിയാണ്. ഈ മാസം ലാസ്റ്റ് പോകണ്ടോള്. പിന്നെ പറഞ്ഞാല് കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടില്ലല്ലോ. അപ്പോഴത്തേക്കും ഓൻ പോയില്ലേ. അപ്പൊ കഫീൽ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോവാണ്. മിക്കവാറും അവളെ സ്ഥിരമായിട്ട് നിൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ആണെന്നാണ് ഓൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ മാസം ലാസ്റ്റ് പോണെന്നോട് പറഞ്ഞേ. ഇന്നോട് പറഞ്ഞ ആൾ അവിടെ നിക്കട്ടെ, അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. ഇനിയിപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ പോയി നിക്കാന് എത്തപ്പജ്ജ കണ്ടിക്കണത്. ആദ്യം ഇപ്പൊ കുട്ടി കൊടുന്ന അന്നല്ല, 4-5 കൊല്ലമായി എന്നെ കല്യാണം കഴിച്ചിട്ട്. അനക്കാണ് കുട്ടിയില്ല, ചട്ടിയില്ല, ഒത്തുമില്ല. ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെയല്ലേ പന്റെ പുതിയാപ്പടി പണിയെടുക്കുന്നത്. എന്നാ പിന്നെ അന്നല്ല ആദ്യം കൊണ്ടോണ്ടി. അന്റെ പുരക്കാരിപ്പോ അന്നല്ല ആദ്യം പറഞ്ഞേക്കേണ്ടത്. നല്ല തളനെയാണ് മോളെ എന്റെ അമ്മായിമ. ഓള് വലിയ വലിയ പെരയിൽ കൊടുന്നാണ് ചോദിച്ചിട്ടാണ് ഇപ്പൊ എന്റെ അമ്മായിമ ഉണ്ടി പറഞ്ഞേക്കണത്. ഇജിപ്പന്നെ 400 ആ 2 കട്ടില് കട്ടിട്ടാണ്. പിന്നാരെന്റെ ഇവളെ അന്തയ്യത്തോളം ഇജ്ജി. എനിക്ക് തീരെ അന്തയ്യ. എല്ലാം അജി പറയണ്ടേ? ഓള് ഇന്നലെ കയറി വന്നാണ്, അതിന് മുന്നേ വന്നാണ്. ഞാനല്ല ആദ്യം പോണ്ടത്. എനിക്കാണ് കുട്ടികളും മക്കളില്ലാന്ന് ഇജ്ജി പറയണ്ടേ? പൊട്ടത്തിയേ, ഇജ്ജ് ഏതായാലും നല്ല പൊട്ടത്തിയാണ്. നീ ഇപ്പോഴും വൈകിട്ടില്ല. ഈ മാസം ലാസ്റ്റല്ലേ പോണത്. ഈ നല്ലാണ്ട് കച്ചറ ഉണ്ടാക്കിയാൽ മതി, അപ്പൊ ശരിയായിക്കോളും. ഓഹോ, എഴുതിയിൽ എണ്ണ വയ്ക്കാൻ വേണ്ടി വന്നാണല്ലേ. എല്ലാ പൂതിയും കാണിച്ചു കൊടുത്തോളാം. തളന്റെ മോള് ഗൾഫിലല്ലേ. എന്നിട്ട് ഇപ്പൊ തള്ളപ്പം എന്തിനാ ഈ പറഞ്ഞു നടക്കണത്? എനിക്കില്ലാതെ വേജാൻ എന്തിനാ തള്ളക്ക്? തളന്റെ മോൾക്ക് പോവാ, ഞങ്ങൾക്ക് പോകാൻ പാടില്ല. തളന്റെ ചിലപ്പോൾ ഇതൊന്നും ഞാൻ അറിയില്ലാന്ന്. ശരിയാക്കി കൊടുത്തോളാം. എന്നിട്ട് ഇത് പറയാൻ വേണ്ടി വന്നാണല്ലേ. ഇച്ച് തോന്നി നിങ്ങൾ ഇതൊക്കെ തന്നെ അവ പറയാന്ന്. നിങ്ങളെ അമ്മാനെ ചോദിച്ചു വന്നപ്പോ തന്നെ ഇച്ച് തോന്നിക്കണു. ഉമ്മല്ലെങ്കിൽ ഇതൊക്കെ എന്നോട് കൊണ്ട് വളമ്പാ ചേച്ചി. നിങ്ങളെ ഞാൻ കല്യാണം കഴിഞ്ഞ അവസരം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു അറിയാം. ആ പോക്ക് പോയത് പിന്നെ നിങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പൊന്നാരൻ്റെ താത്ത, നിങ്ങളെ മോള് ഗൾഫിലല്ലേ, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് പോകാൻ പാടില്ല. ഇന്നാ മക്കൾക്ക് പോവാം, വന്നു കയറിയ മരക്കൾക്ക് പോകാൻ പാടില്ല. ഇത് അവിടുത്തെ മാറിയതാണ്. പൊന്നാരൻ്റെ താത്ത, ഇച്ച് ഒരു കുഴപ്പമില്ല. ഇന്ന് എത്തിച്ചല്ല പഠിച്ചോ വിചാരിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പം ഇവിടെ ഇല്ല. എൻ്റെ മാപ്പിള കൊണ്ടായിക്കോട്ടെ, എൻ്റെ അമ്മോശാങ്ക ആയിക്കോട്ടെ, എൻ്റെ അമ്മായിമ്മ ആയിക്കോട്ടെ, ഒക്കെ ഒരു കുഴപ്പമില്ല. പിന്നെ നല്ല പോലെ എൻ്റെ മോളെ പോലെയാണ് ഇവിടെ കാണുന്നത്. ഇന്നൊക്കെ കുട്ടികളില്ലാത്തത് അത് പഠിച്ചോ നേരം സമയമായി ആയിക്കോളും. നിങ്ങൾ അതിന് കഴിഞ്ഞ് ബേജാറാവണ്ട കേട്ടാ. പോണവര് പോയിക്കോട്ടെ. ഒരു തന്നെ കല്യാണം കഴിഞ്ഞൊരു ഒരാഴ്ച ആയിട്ട് നിന്നിട്ടില്ല. അതിനിപ്പോൾ എന്താ നിങ്ങൾക്ക് ഇത്ര ഇത് പൈസ ഉള്ളവർ കൊണ്ടുപോകും. പിന്നെ തന്നെ ഓനെല്ലാം കൊണ്ടുപോകണം, എൻ്റെ കഫീലാണ് കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾക്ക് ഇത്ര ചൊറിച്ചാൻ വേണ്ടട്ടാ. നിങ്ങളിപ്പോൾ നിങ്ങളെ പെരത്തെ കാര്യം നോക്കിക്കോളി. ഇവിടുത്തെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട്. ഓ അങ്ങനെയാണ്. ഓ എത്താ പോളെ വർത്താനം. നമ്മള് ഗൾഫിലല്ലേ, അങ്ങനെയല്ലേ, ഞങ്ങക്ക് പോകാൻ പാടില്ല, എന്നാ മക്കൾക്ക് പോവാ, അങ്ങനെയാണ്, മറ്റാണ്, ചപ്പാണ്, ചവറാണ്, എത്തൊക്കെ ഇജ്ജ് പറഞ്ഞു കൂട്ടിയത്. ഇത്താൻ പോളെ ഇങ്ങനെ പൊന്തത്തരം പാടിയട്ടാ. ഇന്റെ കുട്ടി ഗൾഫിലല്ലേ പോയിക്കുന്നത്. അന്റെ ഇറച്ചി പോണത് ഖത്തറിക്കാണ്. ഗൾഫിൽ പോവാ പെണ്ണുങ്ങൾക്ക്, ഖത്തറിക്ക് പോകാൻ പറ്റുമോ? ഏതായാലും കിട്ടുമ്പോ ഇജ്ജ് പഠിച്ചോളൂ. അന്ന് ജിന്നോട് പറയും പൊന്നാരന്റെ താത്ത എന്നോട് പറഞ്ഞത് ശരിയാണെന്ന്. ഞാൻ പോവാണ്, ഇവിടെ എന്താ കാട്ടിക്കോളി. വല്ലാത്തൊരു സാധനം. ഇനിയിപ്പൊ ഗൾഫിലേക്ക് പെണ്ണുങ്ങൾക്ക് പോവാ, ഖത്തറിക്ക് പോകാൻ പറ്റൂല. ഇത് അവിടുന്ന് വന്ന സാധനമാണോ റബ്ബേ? മനുഷ്യനെല്ലാം പണി എടുക്കണ സമാധാനം പോയി. താളനെ കൊണ്ട് ഞാൻ ഇടങ്ങേറായി.
ഇത് എന്ത് ഐറ്റാണാവാ? ഇനി എന്താവാ ഈ സ്ഥലത്ത് മധുര ഐറ്റം? വെറുതെ എഴുതിയിൽ എണ്ണ വയ്ക്കാൻ പറ്റുന്ന സൈസ് സാധനം. എല്ലാത്തൊരു ദരിദ്രവാസിയാണ്, നലവാസികളല്ല. അപ്പൊ മുത്തുമഞ്ഞളെ, നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ കഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? പൊന്നാരന്റെ മാണിക്ക കല്യാള വേറെ ഒത്തുമല്ല. നമ്മളെ സ്വന്തം മക്കൾക്ക് ഗൾഫിക്കും അന്യ നാട്ടിലേക്കൊക്കെ പോവാം. വന്നു കയറിയ മര്യാദകൾക്ക് പോകാൻ പറ്റൂല. അത് ചില അമ്മായിമാരുടെ ചൊറിച്ചിലാണ്. ചില അമ്മായിമാർക്ക് ചൊറിച്ചിലുണ്ടാവും, അയൽവാസികൾക്കും അതിനേക്കാളും ചൊറിച്ചിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വേഗം ലൈക്ക് അടിച്ചോളി. പിന്നെ എന്നുള്ളത് മുഴുവനാക്കി വരുമ്പോഴത്തേക്കും നിങ്ങൾ ലൈക്ക് അടിച്ചാതാണ് പോകും. പിന്നെ സബ്സ്ക്രൈബും ചെയ്തോണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടുകണാ? നമ്മൾ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യമായിട്ട് നമ്മൾ കാണിച്ചു തരുന്നത് പൊന്നാരന്റെ മണിക്കല്ലുകളെ. വന്നു കയറിയ മരക്കൾ പോകുമ്പോഴത്തേന് തുടങ്ങും അയൽവാസികളും പിന്നെ അതേപോലെ അമ്മായിമാർക്കും ചൊറിച്ചില്. അധികം അയൽവാസികളൊക്കെ ഉണ്ടെങ്കിൽ അമ്മായിമാർക്ക് നല്ല ചൊറിഞ്ഞു കൊടുക്കാൻ പറ്റിയ അയൽവാസികളാണ്. ഇവരെ അയൽവാസികളല്ല, ദരിദ്രവാസികളാണ്. അയോള് പറഞ്ഞില്ലേ? അപ്പൊ ദരിദ്രവാസികൾ വല്ലാത്തൊരു അയൽവാസികൾ തന്നെയാണ്. ഓരോ മക്കൾക്ക് ഗൾഫിൽ പോവാം. വന്നു കയറിയ മരക്കൾക്ക് ഖത്തർക്കും പോകാൻ പറ്റില്ല, എവിടേക്കും പോകാൻ പറ്റില്ല. എത്തപ്പോ ഇവരൊക്കെ കാട്ടുക? ഇവർക്കൊക്കെ എന്തെങ്കിലും നേരം വെളുക്കുവോ പൊന്നാരണ്ണികളെ? കുറെ മുത്തുമണികൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പൊന്നാരന്റെ പാത്തു എന്റെ പല്ലിന്റെ വിശേഷങ്ങളൊന്നും ഇജ്ജ് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ അതിൽ കൂടെ ഞാനുണ്ട് പറഞ്ഞുതരാം. പൊന്നാരണ്ണികളെ, നിങ്ങൾക്ക് നോമ്പിന് ഞാൻ പറഞ്ഞു എനിക്ക് പല്ലുവേദനയാണ്. ലാസ്റ്റ് ഞാൻ പല ഡോക്ടറെ അടുത്ത് പോയി. ആ പോയപ്പോ അവർ പറഞ്ഞത് നല്ലോണം പകുത്ത് കയറിയിരിക്കണെന്ന്. ഞാൻ ഡോക്ടറെ മാങ്ങാണെങ്കിൽ ഇത് പകുത്ത് തിന്നായി, ഇതിപ്പോ ഒത്തും കാട്ടാൻ പറ്റൂലല്ലോ. അപ്പൊ എന്റെ വർത്താനം കേട്ടപ്പോ ഡോക്ടറിനെ ചിരിച്ചു മുഴങ്ങി. ഞാൻ പറയുന്നത് വല്ല ചിരിച്ചാണ്ട് അന്നേരം വേഗം വേദനക്കുള്ള ഉളികണ്ട് തന്നോടിയെന്നാണ്. അങ്ങനെ ഞാൻ പെരേക്ക് വന്നപ്പോൾ 4-5 ദിവസം ഞാൻ ഉളിക കുടിച്ച് ഇപ്പൊ പിറ്റേ 2 ദിവസം എനിക്ക് വേദന ചെയ്യാതെ കഴിച്ചിലായി. പിന്നെയും തുറത്തി വേദന. പിന്നെ ഞാൻ നോമ്പും പെരുന്നാൾ ഇങ്ങനെ കഴിയാൻ കാത്തുക്കണില്ല. ഞാൻ പോയി പറിച്ചിന്നേ. അങ്ങനെ ഡോക്ടർ ഇന്നെ പറിച്ചിട്ട് ആ തറ്റത്തെ പല്ലാണ് പറിച്ചപ്പോ പൊട്ടി. ലാസ്റ്റ് കീറി വന്ന് മക്കളെ പൊന്നാരണ്ണികളെ 1 മണിക്കൂർ ഞാൻ തൊള്ള തുറന്നാനുള്ള അവസ്ഥ എന്താണ് നിങ്ങൾ മാണ്ട? ഒരു 10 മിനിറ്റ് നിങ്ങൾ തൊള്ള നോക്കി എന്താ അവസ്ഥ എന്ന് അപ്പൊ മനസ്സിലാവാം. 1 മണിക്കൂർ ഞാൻ തൊള്ള തുറന്നിട്ട് കീറി ലാസ്റ്റ് തുന്നും തൊള്ള തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇനി പൊന്നാരണ്ണിയുടെ മാണിക്കല്ലുകളെ. ചുരുക്കി പറഞ്ഞു, ലാസ്റ്റ് 1 മണിക്കൂർ തൊള്ളൊക്കെ തുറന്ന് അവര് വാണ്ടിയോളം ഒക്കെ ചെയ്ത് ഇന്നെ തൊള്ളൊക്കെ നല്ലോണം ശരിയാക്കി ഒരു തുന്നൊക്കെ പൊടിപ്പിച്ച് ഇന്നോട് പറഞ്ഞു ഇന്നൊന്നും ഉണ്ടേതട്ടോന്ന്. എന്നീ തിന്നാൻ വേണ്ടി മാത്രം ഇജ്ജ് തൊള്ള തുറന്നാ മതിയെന്നറിയും. ആയിക്കോട്ടേന്നറിയും നമ്മളുണ്ട് പോന്ന്. പിറ്റേ ദിവസം ജി തൊള്ള തുറക്കാനും അതേപോലെ നല്ലോണം ഭർത്താനം പറഞ്ഞോണ്ടിട്ടോന്ന് പറഞ്ഞു. എന്നാൽ ആ തുന്നിന്റെ അവിടെ ഒരു അകൽച്ച വരുള്ളൂ, അല്ലെങ്കിൽ അവിടെ തുന്നി പൊടിപ്പിച്ചൊക്കെ കൂടിയാണ് കൂട്ടിപ്പിടിച്ചോന്നറിയും. അങ്ങനെ ഞാൻ പൊന്നാരണ്ണികളെ ഞാൻ ഏതായാലും ഇടങ്ങേറിന്റെ പൊടി വയ്ക്കണം. അപ്പൊ എനിക്ക് പറയാനുള്ളത് പൊന്നാരന്റെ മണിക്കല്ലുകളെ പല്ല് നല്ലപോലെ കൊണ്ടുവരുന്നോളി. ഈ തറ്റത്തെ പല്ലാകുമ്പോൾ നമുക്ക് ഒത്തും ചെയ്യാൻ പറ്റൂല. പിന്നെ ഇതേപോലെ കീറേണ്ടി വരും, തുന്നേണ്ടി വരും. അപ്പൊ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് തുന്നുമ്പോഴും അതേപോലെ എനിക്ക് പല്ലെടുക്കുമ്പോഴും വലിയ ഇടങ്ങറ് വന്നിട്ടില്ല. തരിക്കണനുസരിച്ച് മരുന്ന് ഇങ്ങനെ കൂടുതലാ, വേദനക്ക് അനുസരിച്ചിട്ട് മരുന്ന് ഇങ്ങനെ കയറ്റി കൊടുത്തിന്. അതുകൊണ്ടാവും വലിയ നല്ല ഉസാറിൽ പല്ല് ഒക്കെ എടുത്ത് നല്ല ഡോക്ടർമാരാണ് പുതിയ നമ്മളെ നാട്ടിൽ തുടങ്ങിയ ഒരു ഹോസ്പിറ്റലാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം. ഇനി എന്തുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് തന്നെ പോവുള്ളൂ. അപ്പൊ പൊന്നാരം മണിക്കല്ലുകൾ എല്ലാവരും പല്ല് നോക്കിക്കൊണ്ട് 2 നേരം 3 നേരം നോക്കിക്കൊണ്ട് കജ്ജന രീതിയിലൊക്കെ പല്ലാണ് തേച്ചിട്ട് നല്ല വൃത്തിയിൽ കൊണ്ടുവരുന്നോണ്ടി. അപ്പൊ എന്നോട് ഒന്നോട് പറഞ്ഞു, ജി 2 നേരം 3 നേരം പല്ലേക്കാത്തോണ്ടല്ലേ എനിക്ക് പല്ലുവേന വന്നിട്ട് പല്ല് പറിച്ചിരുന്നു. പൊന്നാരന്റെ മണിക്കല്ലെ 2, 3, 4 പ്രാവശ്യം പല്ല് തേച്ചോക്ക് ഈ ഒരു വേദന വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ തറ്റത്ത് കോട്ടില് പല്ലൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് അത് അങ്ങോട്ട് ബ്രഷൊന്നും കാര്യങ്ങളൊന്നും അവിടെ എത്തൂല. അപ്പൊ അങ്ങനെ വരുന്നതാണ് പല പല്ലിനും കേട് വരുന്നത്. അപ്പൊ എല്ലാ മുത്തുമണികളും ബ്രഷ് എവിടക്കൊക്കെ നമുക്ക് തൊള്ളക്ക് എത്താൻ പറ്റും അവിടക്കൊക്കെ തൊള്ളയ്ക്ക് എത്തിച്ചിട്ട് നല്ലോണം വരതിയാണ് തേച്ച് കുളിപ്പിച്ചോണ്ടി ട്ടാ. അപ്പൊ ഇനി ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. അപ്പൊ എല്ലാവരും പല്ല് നല്ല ശ്രദ്ധിച്ചോളി. അപ്പോൾ പൊന്നാരന്റെ മണിക്കകളെ നമ്മളെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് കണ്ട് അടിച്ചോളി. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെയും ബാത്തുവിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരെ സബ്സ്ക്രൈബും ചെയ്തോണ്ടി, നമ്മളെ സപ്പോർട്ട് ചെയ്തോണ്ടി. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.